നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന് വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. കാലാകാലങ്ങളിലായി തന്നെ ഗ്രഹങ്ങൾ മാറുകയും ഗ്രഹ സംയോജനങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതാകുന്നു. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ നോക്കുകയാണ് എങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബുധനും ശുക്രനും കൂടിച്ചേരാൻ പോകുന്ന അവസരമാണ് ഇത്. അതിനാൽ തന്നെ മകരം രാശിയിലായിരിക്കും ഈ സംയോഗം രൂപാന്തരപ്പെടുക എന്ന കാര്യവും ഓർക്കുക അഥവാ സംഭവിക്കുക. അതുമൂലം മകരത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. എല്ലാ രാശിചിഹ്നങ്ങളിലുള്ള വ്യക്തികളിലും ഈ സൗഭാഗ്യങ്ങൾ, ഈ രാജയോഗത്തിന്റെ സ്വാധീനം കാണപ്പെടും. എങ്കിലും ചില രാശിക്കാർക്കാണ് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുക. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ലക്ഷ്മി നാരായണ രാജയോഗം ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്, അഥവാ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. കൂടാതെ നിങ്ങളുടെ രാശിയിലെ കർമ്മഭവനത്തിലാണ് ഈ രാജയോഗം രൂപാന്തരപ്പെടാൻ പോകുന്നത്. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഈ കാലയളവിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ, പ്രധാനമായും ചില അനുകൂലമായ കാര്യങ്ങൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികപരമായി ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായി അനുകൂലമാണ് സമയം, അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. കൂടാതെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ഈ സമയം നിങ്ങൾ ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അനുകൂലമായ തൊഴിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയാം. ഈ സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പരിപൂർണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് പ്രധാനമായും ഓർക്കേണ്ടത്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ലക്ഷ്മി നാരായണ രാജയോഗം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ് ഇത്. കാരണം നിങ്ങളുടെ രാശിയിൽ നിന്നും പ്രത്യേകിച്ചും 8ാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപാന്തരപ്പെടാൻ പോകുന്നത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. കൈകളിലേക്ക് പണം പല വഴികളിലൂടെയും വന്ന് ചേരാവുന്നതാകുന്നു. കിട്ടാക്കടം, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ലഭിക്കില്ല എന്ന് വിചാരിച്ച പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പകൾ തിരികെ ലഭിക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. അത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് ഇത്. കൂടാതെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ പുതിയ ജോലി ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഈ കാര്യം. ഈ സമയം പുതിയ ജോലി, അതേപോലെ തന്നെ പല പുതിയ കാര്യങ്ങൾ
അത്തരത്തിൽ കാര്യങ്ങൾ ആരംഭിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഏറ്റവും ശുഭകരമായ സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. ഈ സമയം ജോലിക്കാർക്ക് പ്രത്യേകിച്ചും അനുകൂലമായ സമയമാകുന്നു. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ വന്നു ചേരും. ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജോലിയിൽ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കർമ്മമേഖലയിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ, സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന, പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നതിലൂടെ പ്രശസ്തിയും സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജയോഗം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. നമുക്ക് അവസരങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ചയായും ഈ സമയം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അടുത്ത് ലക്ഷ്മി ക്ഷേത്രമില്ല എങ്കിൽ തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി നാരായണ യോഗം വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. നിങ്ങളുടെ ലഗ്നഭാവത്തിൽ ഈ യോഗം രൂപം പ്രാപിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ചില സവിശേഷമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതെല്ലാം ഫലങ്ങളാണ് ഇപ്രകാരം നിങ്ങൾക്ക് വന്നു ചേരുക എന്ന് മനസ്സിലാക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വളർച്ചയും അതേപോലെ തന്നെ പുരോഗതിയും കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒരു പരിധിവരെ പരിഹരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ജോലിസ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് പ്രയത്നങ്ങൾക്ക് വളരെയധികം പുരോഗതി, ഉയർച്ച ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഉചിതമായ അഭിനന്ദനങ്ങൾ, മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഈ സമയം സ്ഥാനക്കയറ്റം പോലും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുക, വിദേശത്തേക്ക് പോകുവാൻ തടസ്സങ്ങൾ കൂടാതെ അവസരങ്ങൾ ലഭിക്കുക, തടസ്സങ്ങൾ ഒഴിയുക തുടങ്ങിയ കാര്യങ്ങളും വന്ന് ചേരാവുന്നതാകുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ബിസിനസ് പരമായും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കരിയറുമായി ബന്ധപ്പെട്ട് വളർച്ച ഉറപ്പാക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായകരമായ ശക്തമായ അവസരങ്ങൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരും. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കൂടി സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളും ശക്തമായി തന്നെ നിലനിൽക്കുന്നതാകുന്നു. പൊതുവെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ഏറ്റവും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു.